ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു? കൊല്ലം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കൊല്ലമായിരുന്നു. ഇതിലെ ജേതാക്കൾ കണ്ണൂർ ജില്ലയാണ്. ബേപ്പൂരിൽ നിലവിൽ വന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകത്തിൻ്റെ പേര് എന്താണ്? ആകാശമിഠായി. ബേപ്പൂരിൽ നിലവിൽ വന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകത്തിന് നൽകിയ പേര് ആകാശമിഠായി എന്നാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. ഇത് ഉദ്ഘാടനം ചെയ്തത് 2024 മാർച്ച് 7-നാണ്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് ഗാല അവാർഡിന് അർഹനായത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് ഗാല അവാർഡിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണനാണ്. മലയാളത്തിലെ ആദ്യ സോംബി സിനിമ ഏതാണ്? എക്സ്പെരിമെൻ്റ് 5. മലയാളത്തിലെ ആദ്യ സോംബി സിനിമ എക്സ്പെരിമെൻ്റ് 5 ആണ്. ഇതിൻ്റെ സംവിധാനം അശ്വിൻ ചന്ദ്രനാണ്. 2024 പൂന്താനം സ്മാരക പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്ക്. 2024 പൂന്താനം സ്മാരക പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2024 പൂന്താനം സ്മാരക യുവ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് M ജീവേഷിനാണ്. കൃതി എൻ്റെ പ്രണയ കവിതകൾ. 2024 പൂന്താനം സ്മാരക യുവ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് M ജീവേഷിനാണ്. കൃതി എൻ്റെ പ്രണയ കവിതകൾ. 2023 19ാമത് P കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ. 2023 19ാമത് P കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണനാണ്. 2022 18ാമത് P കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ഡോക്ടർ PK രാജശേഖരൻ. 2022 18ാമത് P കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് ഡോക്ടർ PK രാജശേഖരനാണ്. 2020 സ്വദേശാഭിമാനി കേസരി അവാർഡ് ജേതാവ് ആരാണ്? SR ശക്തിധരൻ. 2020 സ്വദേശാഭിമാനി കേസരി അവാർഡ് ജേതാവ് SR ശക്തിധരനാണ്. മാധ്യമ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരം ഏതാണ്? സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. മാധ്യമ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? കുരീപ്പുഴ ശ്രീകുമാറിന്. 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കുരീപ്പുഴ ശ്രീകുമാറിനാണ്. 2021 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് K ജയകുമാറിനുമാണ്. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ദേവിക റെഗെ. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ദേവിക റെഗയ്ക്കാണ്. 2023 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? പെഗ്ഗി മോഹൻ. 2023 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് പെഗ്ഗി മോഹനാണ്. 2022 ബിർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 8. 2022 നടന്ന ബിർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 8 ആണ്. 2022 ബിർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി താരം ആരാണ്? എൽദോസ് പോൾ. 2022 ബിർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം എൽദോസ് പോൾ ആണ്. കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ മലയാളി ആരാണ്? എൽദോസ് പോൾ. കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ മലയാളി എൽദോസ് പോൾ ആണ്. 2022 ബിർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ആരാണ്? M ശ്രീശങ്കർ. 2022 ബിർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം M ശ്രീശങ്കർ ആണ്.
കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? എം ശ്രീശങ്കർ. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എം ശ്രീശങ്കർ ആണ്. 2022 ബിർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 61. 2022 ബിർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 61. നമ്മൾ നേരത്തെ പഠിച്ച 8 എന്നുള്ളത് അത്ലറ്റിക്സിൽ നേടിയ മെഡലുകളുടെ എണ്ണമാണ്. പൈലറ്റ് ഇല്ലാത്ത നിർമ്മിത ബുദ്ധി നിയന്ത്രിത F-16 വിസ്ത വിമാനം വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഏതാണ്? US. പൈലറ്റ് ഇല്ലാത്ത നിർമ്മിത ബുദ്ധി നിയന്ത്രിത F-16 വിസ്ത വിമാനം വിജയകരമായി പരീക്ഷിച്ച രാജ്യം US ആണ്. 2024 ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായ ഡച്ച് നഗരം ഏതാണ്? റോട്ടർഡാം. 2024 ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായ ഡച്ച് നഗരം റോട്ടർഡാം ആണ്. 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ്. പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഡൽഹി പോലീസിൽ നിന്നും ഏറ്റെടുത്ത അർദ്ധ സൈനിക വിഭാഗം ഏതാണ്? CISF. പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഡൽഹി പോലീസിൽ നിന്നും ഏറ്റെടുത്ത ഇന്ത്യയുടെ അർദ്ധ സൈനിക വിഭാഗമാണ് CISF. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ഏതാണ്? പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം പൂനെയാണ്. 46ാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയാകുന്ന നഗരം ഏതാണ്? കൊച്ചി. 46ാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയാകുന്ന നഗരം കൊച്ചിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായി ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായി ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ്. 2024 ജൂൺ മുതൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് എല്ലാം ഇ സ്റ്റാമ്പ് നിർബന്ധമാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. 2024 ജൂണിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഇ സ്റ്റാമ്പ് നിർബന്ധമാക്കുന്ന സംസ്ഥാനം കേരളമാണ്. എല്ലാ വർഷവും മെയ് 25 എന്ത് ദിനമായി ആചരിക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന ആഹ്വാനം ചെയ്തത്? ലോക ഫുട്ബോൾ ദിനം. അപ്പോൾ ഇനി മുതൽ ലോക ഫുട്ബോൾ ദിനം എന്നായിരിക്കും, മെയ് 25 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പാംദോർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മെറിൽ സ്ട്രീപ്പിന്. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പാംദോർ പുരസ്കാരം ലഭിച്ചത് മെറിൽ സ്ട്രീപ്പിനാണ്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രഥമ വനിതാ അധ്യക്ഷയായത് ആരാണ്? അരുന്ധതി ഭട്ടാചാര്യ. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രഥമ വനിതാ അധ്യക്ഷ അരുന്ധതി ഭട്ടാചാര്യയാണ്. വേൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ് 2022 ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഇംഗ്ലണ്ട്. വേൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ് 2022 ഒന്നാമതെത്തിയ രാജ്യം ഇംഗ്ലണ്ടാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ശാക്തീകരണത്തിന് വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഉന്നതി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ശാക്തീകരണത്തിന് വേണ്ടി ലക്ഷ്യമിടുന്നൊരു പ്രധാന പദ്ധതിയാണ് ഉന്നതി. ക്രിമിനൽ പശ്ചാത്തലം അവയവദാനത്തിന് തടസ്സമല്ല എന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. ക്രിമിനൽ പശ്ചാത്തലം അവയവദാനത്തിന് തടസ്സമല്ല എന്ന് വിധിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. ഇന്ത്യയുടെ പുതിയ കരസേനാ ഉപമേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയുടെ പുതിയ കരസേനാ ഉപമേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. ആദ്യമായി നൈട്രജൻ വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? അമേരിക്ക. ആദ്യമായി നൈട്രജൻ വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം അമേരിക്കയാണ്. 2024 ജനുവരിയിൽ UK-യിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണ്? ഇഷ. 2024 ജനുവരിയിൽ UK-യിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഇഷ. 2024 ഫെബ്രുവരിയിൽ സംസ്ഥാനത്ത് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. 2024 ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് K-ലിഫ്റ്റ്. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് K-ലിഫ്റ്റ്.
2024 ദേശീയ യുവജനോത്സവത്തിന് വേദിയായ നഗരം ഏതാണ്? നാസിക്. 2024 ദേശീയ യുവജനോത്സവത്തിന് വേദിയായ നഗരം മഹാരാഷ്ട്രയിലെ നാസിക്കാണ്. 2023 ജൂൺ 2-ന് 290-ലധികം ആൾക്കാരുടെ മരണത്തിനിടയാക്കിയ 3 തീവണ്ടികൾ കൂട്ടിയിടിച്ചുണ്ടായ ദുരന്തം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. 2023 ജൂൺ 2-ന് 290-ലധികം ആൾക്കാരുടെ മരണത്തിനിടയാക്കിയ 3 തീവണ്ടികൾ കൂട്ടിയിടിച്ചുണ്ടായ ദുരന്തം നടന്നത് ഒഡീഷയിലാണ്. ദീപാവലി പൊതു അവധിയാക്കുന്നതിന് 2023 ബില്ല് അവതരിപ്പിക്കപ്പെട്ടത് ഏത് രാജ്യത്താണ്? അമേരിക്ക. ദീപാവലി ദിവസം പൊതു അവധിയാക്കുന്നതിന് 2023 പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചത് അമേരിക്കയിലാണ്. കേരളത്തിൽ സർക്കാർ വാഹനങ്ങൾക്ക് അനുവദിക്കാനായി നിലവിൽ വന്ന രജിസ്ട്രേഷൻ സീരീസ് ഏതാണ്? KL90. കേരളത്തിൽ സർക്കാർ വാഹനങ്ങൾക്ക് അനുവദിക്കാനായി നിലവിൽ വന്ന രജിസ്ട്രേഷൻ സീരീസാണ് KL90. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത് ആര് രചിച്ച കൃതിയുടെ മലയാള പരിഭാഷയാണ്? മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത് മാധവ് ഗാഡ്ഗിൽ രചിച്ച കൃതിയുടെ മലയാള പരിഭാഷയാണ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പഠനം നടത്തി നിർദ്ദേശം സമർപ്പിക്കാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതിയുടെ തലവനാണ് രാംനാഥ് കോവിന്ദ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പഠനം നടത്തി നിർദ്ദേശം നൽകാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതിയുടെ തലവനാണ് രാംനാഥ് കോവിന്ദ്. കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹായത്തോടെ നടപ്പിലാക്കിയ അയൽക്കൂട്ടം ശാക്തീകരണ ബോധവൽക്കരണ പരിപാടിയാണ് തിരികെ സ്കൂളിലേക്ക്. കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹായത്തോടെ ഈ അടുത്ത കാലത്ത് നടപ്പിലാക്കിയ അയൽക്കൂട്ടം ശാക്തീകരണ ബോധവൽക്കരണ പരിപാടിയാണ് തിരികെ സ്കൂളിലേക്ക്. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? നീരജ് ചോപ്ര. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ്. ലോകത്താദ്യമായി സ്കിൻ ക്യാൻസറിനെതിരെ വാക്സിൻ പരീക്ഷിച്ച രാജ്യം ഏതാണ്? ബ്രിട്ടൻ. ലോകത്താദ്യമായി സ്കിൻ ക്യാൻസറിനെതിരെ വാക്സിൻ പരീക്ഷിച്ച രാജ്യം ബ്രിട്ടനാണ്. 2024 നടക്കുന്ന 50ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇറ്റലി. 2024 നടക്കുന്ന 50ാമത് G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ്? സന്തോഷ് കുമാർ യാദവ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് സന്തോഷ് കുമാർ യാദവാണ്. ഇറാനിലെ ഏത് തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതലയാണ് ഇന്ത്യ ഏറ്റെടുത്തത്? ചമ്പഹാർ തുറമുഖം. ഇറാനിലെ ചമ്പഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതലയാണ് ഇന്ത്യ ഏറ്റെടുത്തത്. 10 വർഷത്തേക്കാണ് കരാർ ഒപ്പിട്ടിട്ടുള്ളത്. 20 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ സൗര കൊടുങ്കാറ്റ് ഭൂമിയിൽ വീശിയത് എന്നാണ്? 2024 മെയ് 9. 20 വർഷത്തിനിടെ ഏറ്റവും ശക്തമായ സൗര കൊടുങ്കാറ്റ് ഭൂമിയിൽ വീശിയത് 2024 മെയ് 9-നാണ്. ടൈം മാഗസിൻ്റെ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച 100 സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ ഏതാണ്? പതേർ പാഞ്ചാലി. ടൈം മാഗസിൻ്റെ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച 100 സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ പതേർ പാഞ്ചാലിയാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഫ്രാൻസിലെ കാൻ ചലച്ചിത്രമേളയിൽ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടിയ മലയാളി ആരാണ്? സന്തോഷ് ശിവൻ. ഫ്രാൻസിലെ കാൻ ചലച്ചിത്രമേളയിൽ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടിയ മലയാളി സന്തോഷ് ശിവനാണ്. ഇന്ത്യയുടെ പുതിയ നാവിക താവളമായ INS ജഡായു പ്രവർത്തനമാരംഭിച്ചത് എവിടെയാണ്? ലക്ഷദ്വീപിൽ. ഇന്ത്യയുടെ പുതിയ നാവിക താവളമായ INS ജഡായു പ്രവർത്തനമാരംഭിച്ചത് ലക്ഷദ്വീപിലാണ്. വ്യോമസേനയുടെ വായുശക്തി 2024 അഭ്യാസ പ്രകടനം നടന്നത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. വ്യോമസേനയുടെ വായുശക്തി 2024 അഭ്യാസ പ്രകടനം നടന്നത് രാജസ്ഥാനിലാണ്. ഏത് രാജ്യത്തെ വിമത സായുധ സംഘമാണ് ഹൂതികൾ? യമൻ. യമനിലെ വിമത സായുധ സംഘമാണ് ഹൂതികൾ എന്നറിയപ്പെടുന്നത്.
കേരളത്തിലെ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പുകളുടെ മന്ത്രി ആരാണ്? രാമചന്ദ്രൻ കടന്നപ്പള്ളി. കേരളത്തിലെ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ആരാണ്? ഉമ്മൻചാണ്ടി. മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ ജീവിതം ആസ്പദമാക്കി PT ചാക്കോ രചിച്ച പുസ്തകം ഏതാണ്? തുറന്നിട്ട വാതിൽ. ഉമ്മൻചാണ്ടിയുടെ ജീവിതം ആസ്പദമാക്കി PT ചാക്കോ രചിച്ച പുസ്തകമാണ് തുറന്നിട്ട വാതിൽ. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2023 ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 3ൻ്റെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത്? സൾഫറിൻ്റെ. 2023 ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 3ൻ്റെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ സൾഫറിൻ്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്നാണ്? 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ബഹിരാകാശ പര്യവേഷണത്തിനുള്ള 2024 ജോൺ എൽ ജാക്ക് സിഗ്വേർട്ട് ജൂനിയർ പുരസ്കാരം ലഭിച്ച ISRO ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 3. ബഹിരാകാശ പര്യവേഷണത്തിനുള്ള 2024 ജോൺ എൽ ജാക്ക് സിഗ്വേർട്ട് ജൂനിയർ പുരസ്കാരം ലഭിച്ച ISROയുടെ ദൗത്യം ചന്ദ്രയാൻ 3 ആണ്. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ഇന്ത്യയിൽ എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ദേശീയ ബഹിരാകാശ ദിനം. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്ന പേരിലാണ്. മഹാകവി G ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം. മഹാകവി G ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തെ മറൈൻ ഡ്രൈവിലാണ്. AR രാജരാജവർമ്മ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ. AR രാജരാജവർമ്മ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ്. 2024 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ടിൻ്റെ വേദി എവിടെയാണ്? തൃശ്ശൂർ. 2024 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിൻ്റെ വേദി തൃശ്ശൂരാണ്. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ്? വിരാട് കോഹ്ലി. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി തികച്ച ആദ്യ താരം വിരാട് കോഹ്ലിയാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരം ആരാണ്? സഞ്ജു സാംസൺ. രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരം സഞ്ജു സാംസണാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ്റെ സ്മരണാർത്ഥം തമിഴ്നാട്ടിലെ ഏത് ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേരാണ് പുനർനാമകരണം ചെയ്തത്? തഞ്ചാവൂരിലെ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. തഞ്ചാവൂരിലെ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് ഡോക്ടർ MS സ്വാമിനാഥൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ പേര് കൂട്ടിച്ചേർത്തത്. 2023 പ്രേം നസീർ സംസ്കാര സാഹിതി പുരസ്കാരത്തിന് അർഹനായ മലയാള സിനിമാ നടൻ ആരാണ്? മധു. 2023 പ്രേം നസീർ സംസ്കാര സാഹിതി പുരസ്കാരത്തിന് അർഹനായത് മധുവാണ്. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ഹീരാലാൽ സമരിയ ഇന്ത്യയുടെ എത്രാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്? 12ാമത്തെ. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ഹീരാലാൽ സമരിയ
ഇന്ത്യയുടെ 12ാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. നിലവിൽ ഇന്ത്യയിലെ റംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 80. നിലവിൽ ഇന്ത്യയിലെ റംസർ സൈറ്റുകളുടെ എണ്ണം 80 ആണ്. 2018 മഹാപ്രളയത്തെ പ്രതിപാദ്യ വിഷയമാക്കി പുറത്തിറങ്ങിയ 2018 എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ജൂഡ് ആൻ്റണി ജോസഫ്. 2018 മഹാപ്രളയത്തെ പ്രതിപാദ്യ വിഷയമാക്കി പുറത്തിറങ്ങിയ 2018 എന്ന സിനിമയുടെ സംവിധായകൻ ജൂഡ് ആൻ്റണി ജോസഫാണ്. 2023 ഇന്ത്യയിൽ G20 ഉച്ചകോടി നടന്ന സ്ഥലം ഏതാണ്? ഭാരത് മണ്ഡപം. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപമാണ് 2023 ഇന്ത്യയിൽ G20 ഉച്ചകോടി നടന്ന സ്ഥലം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് യുദ്ധവിമാനം ഏതാണ്? തേജസ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് യുദ്ധവിമാനമാണ് തേജസ്. ദക്ഷിണ കൊറിയയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം ഏതാണ്? ധനൂരി. ദക്ഷിണ കൊറിയയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമാണ് ധനൂരി. സിൽക്യാര തുരങ്കം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. സിൽക്കാര തുരങ്കം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയിൽ ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. 2024 തോപ്പിൽ രവി പുരസ്കാര ജേതാവ് ആരാണ്? സുധാ മേനോൻ. 2024 തോപ്പിൽ രവി പുരസ്കാര ജേതാവ് സുധാ മേനോനാണ്. നിലവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? മാധവ് കൗശിക്. നിലവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക് ആണ്. 22ാം കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. 22ാം കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഓസ്ട്രേലിയയാണ്. ചെന്നൈയിൽ നടന്ന 44ാമത് ചെസ് ഒളിമ്പ്യാഡിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? തമ്പി. ചെന്നൈയിൽ നടന്ന 44ാമത് ചെസ് ഒളിമ്പ്യാഡിൻ്റെ ഭാഗ്യചിഹ്നം തമ്പിയാണ്. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കൊല്ലം. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല കൊല്ലം ജില്ലയാണ്. 2027 പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ദക്ഷിണാഫ്രിക്ക, നമീബിയ, സിംബാബ്വെ. 2027 പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക, നമീബിയ, സിംബാബ്വെ എന്നീ രാജ്യങ്ങളാണ്. രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിടവാങ്ങൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ പ്രശസ്തനായ ഫുട്ബോൾ താരം ആരാണ്? സുനിൽ ഛേത്രി. രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിടവാങ്ങൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രിയാണ്. 2024 ഇന്ത്യ എത്ര ശതമാനം സാമ്പത്തിക വളർച്ച നേടുമെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രവചിച്ചത്? 6.9%. 2024 ഇന്ത്യ 6.9% സാമ്പത്തിക വളർച്ച നേടുമെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രവചിച്ചത്. സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം വിമാനത്താവളം. സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളമാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 8000 റൺസ് തികച്ച ആദ്യ താരം ആരാണ്? വിരാട് കോഹ്ലി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 8000 റൺസ് തികച്ച ആദ്യ താരം വിരാട് കോഹ്ലിയാണ്. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാംദോർ പുരസ്കാരം ഏറ്റുവാങ്ങിയ അമേരിക്കൻ നടി ആരാണ്? മെറിൽ സ്ട്രീപ്പ്. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാംദോർ പുരസ്കാരം ഏറ്റുവാങ്ങിയ അമേരിക്കൻ നടി മെറിൽ സ്ട്രീപ്പാണ്. 2024 ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്ന് നാസ പ്രഖ്യാപിച്ച ചിഹ്നഗ്രഹം ഏതാണ്? 2024 JB2. 2024 ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്ന് നാസ പ്രഖ്യാപിച്ച ചിഹ്നഗ്രഹം 2024 JB2 ആണ്. ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര മാർക്കോർ ദിനമായി ആഘോഷിച്ച ദിവസം ഏതാണ്? മെയ് 24. ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര മാർക്കോർ ദിനമായി ആഘോഷിച്ച ദിവസം മെയ് 24 ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ദിവസം ഏതാണ്? മെയ് 25. ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ദിവസം മെയ് 25. കാരൽ ഫീൽഡ്സ് നോവൽ പുരസ്കാരം നേടിയ ബ്രദർലെസ് നൈറ്റ് എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? വി ഗണേശാനന്ദൻ. കാരൽ ഫീൽഡ്സ് നോവൽ പുരസ്കാരം നേടിയ
ബ്രദർലെസ് നൈറ്റ് എന്ന നോവലിൻ്റെ രചയിതാവ് വി ഗണേശാനന്ദനാണ്. ദോഹ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ആദ്യ പാദത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ ജാവലിൻ താരം ആരാണ്? നീരജ് ചോപ്ര. ദോഹ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ആദ്യ പാദത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ ജാവലിൻ താരം നീരജ് ചോപ്രയാണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ആരാണ്? ജ്യോതി രാത്രെ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ജ്യോതി രാത്രയാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ 17ാം സീസണിൽ ജേതാക്കളായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ 17ാം സീസണിൽ ജേതാക്കളായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ആരാണ്? ഗോപിചന്ദ് തോട്ടക്കുറ, ആന്ധ്രാപ്രദേശ് സ്വദേശി. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ഗോപിചന്ദ് തോട്ടക്കുറയാണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി. കിഴക്കിൻ്റെ നൊബേൽ എന്ന് അറിയപ്പെടുന്ന ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ശ്രീനിവാസ് ആർ കുൽക്കർണി. കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ശ്രീനിവാസ് ആർ കുൽക്കർണിയാണ്. 2023-24 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 2023-24 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രി പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധാനം പായൽ കപാഡിയ. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയ്ക്കാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രി പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ സിനിമ. തുർക്കിയിലും സിറിയയിലും ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത്. തുർക്കിയിലും സിറിയയിലും ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത്. 2023 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത അബ്ദുൾ ഫത്താ അൽ സിസി ഏത് രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനാണ്? ഈജിപ്തിൻ്റെ. 2023 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത അബ്ദുൾ ഫത്താ അൽ സിസി ഈജിപ്തിൻ്റെ രാഷ്ട്രത്തലവനാണ്. ദേശീയ പക്ഷിയായ മയിലിനെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്യപ്പെട്ട ഇന്ത്യയുടെ പുതിയ ലോക്സഭാ ഹാളിൽ എത്ര അംഗങ്ങൾക്കുള്ള ഇരിപ്പിടമാണ് തയ്യാറാക്കിയിട്ടുള്ളത്? 888. ഇന്ത്യയുടെ പുതിയ ലോക്സഭാ ഹാള് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മയിലിൻ്റെ ആകൃതിയിലാണ്. ഇവിടെ 888 ഇരിപ്പിടമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിജ്ഞാപന പ്രകാരം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിജ്ഞാപന പ്രകാരം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും ഉയർന്ന ദിവസവേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ അംഗീകാരമായ കാർബൺ ന്യൂട്രൽ വിശേഷ് പഞ്ചായത്ത് പുരസ്കാരം 2023 ലഭിച്ച ഗ്രാമപഞ്ചായത്ത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്താണ്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ അംഗീകാരമായ കാർബൺ ന്യൂട്രൽ വിശേഷ് പഞ്ചായത്ത് പുരസ്കാരം 2023 ലഭിച്ച ഗ്രാമപഞ്ചായത്ത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്താണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച വ്യക്തിയാരാണ്? വി മധുസൂദനൻ നായർ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച വ്യക്തി വി മധുസൂദനൻ നായരാണ്. 2023 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം നേടിയത് പെരുമാൾ മുരുകൻ്റെ ഏത് കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? പൂങ്കുഴി. 2023 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം നേടിയത് പെരുമാൾ മുരുകൻ്റെ പൂങ്കുഴി എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ്. ജനിക്കുന്ന ഓരോ കുഞ്ഞിൻ്റെ പേരിലും 100 വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിം. ജനിക്കുന്ന ഓരോ കുഞ്ഞിൻ്റെ പേരിലും 100 വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. ഇന്ത്യയും ഏത് രാജ്യവും പങ്കെടുത്ത സംയുക്ത സൈനിക അഭ്യാസമാണ് മേഘാലയയിൽ നടന്ന ഹരിമൗ ശക്തി 2023? മലേഷ്യയുമായി. ഇന്ത്യയും മലേഷ്യയും നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് മേഘാലയയിൽ നടന്ന ഹരിമൗ ശക്തി 2023. ഏത് ദിനാചരണത്തിൻ്റെ 2023 പ്രമേയമായിരുന്നു
നെവർ ടു ഏർലി നെവർ ടു ലേറ്റ്. ലോക അൾഷിമേഴ്സ് ദിനത്തിൻ്റെ 2023 പ്രമേയമായിരുന്നു നെവർ ടു ഏർലി നെവർ ടു ലേറ്റ്. 2028 ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് 2028 ഒളിമ്പിക്സ് നടക്കുന്നത്. 2024 ഒളിമ്പിക്സിൻ്റെ വേദി പാരീസാണ്. 2032 ഒളിമ്പിക്സിൻ്റെ വേദി ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനുമാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ നേരിട്ട് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ നീന്തൽ താരം ആരാണ്? സജൻ പ്രകാശ്. ടോക്കിയോ ഒളിമ്പിക്സിൽ നേരിട്ട് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ നീന്തൽ താരം സജൻ പ്രകാശാണ്. ടോക്കിയോ പാരാലിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു? 24ാമത്. ടോക്കിയോ പാരാലിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 24ആയിരുന്നു. ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയായിരുന്നു? 19. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായിട്ടാണ്. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നത് USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായിട്ടാണ്. നിലവിൽ ലയണൽ മെസ്സി കളിക്കുന്ന ഫുട്ബോൾ ക്ലബിൻ്റെ പേരെന്താണ്? ഇൻ്റർ മിയാമി. നിലവിൽ ലയണൽ മെസ്സി കളിക്കുന്ന ഫുട്ബോൾ ക്ലബ്ബാണ് ഇൻ്റർ മിയാമി. 2 തവണ മികച്ച സ്പോർട്സ് താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ആരാണ്? ലയണൽ മെസ്സി. 2 തവണ മികച്ച സ്പോർട്സ് താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ്. അമൂർ ഫാൽക്കൺ ഫെസ്റ്റിവൽ നടന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. അമൂർ ഫാൽക്കൺ ഫെസ്റ്റിവൽ നടന്ന ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ്. സൂരജ് കണ്ട് മേള അരങ്ങേറുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാന. സൂരജ് കണ്ട് മേള അരങ്ങേറുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. 2024 ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഇക്വഡോർ. 2024 ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഇക്വഡോറാണ്. 2024 പുതുവർഷത്തെ ആദ്യം വരവേറ്റ പസഫിക്കിലെ ചെറുദ്വീപ് രാഷ്ട്രം ഏതാണ്? കിരിബാത്തി. 2024 പുതുവർഷത്തെ ആദ്യം വരവേറ്റ പസഫിക്കിലെ ചെറുദ്വീപ് രാഷ്ട്രമാണ് കിരിബാത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ശിലാക്ഷേത്രം ഏതാണ്? ബാബ്സ് ഹിന്ദു മന്ദിർ. അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിറാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ശിലാക്ഷേത്രം. 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ജോഹന്നാസ്ബർഗ്. 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗാണ്. 2024 ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കമ്പാല. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് 2024 ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടി നടക്കുന്നത്. ലോക മുള ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 18. ലോക മുള ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 18നാണ്. ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞ ഇറാൻ പ്രസിഡന്റ് ആരാണ്? ഇബ്രാഹിം റൈസി. ഈ അടുത്ത കാലത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ്. ലോകത്താദ്യമായി 6G ഉപകരണം പുറത്തിറക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. ലോകത്താദ്യമായി 6G ഉപകരണം പുറത്തിറക്കുന്ന രാജ്യം ജപ്പാനാണ്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പൂനെയിൽ. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെയിലാണ്. മംഗൾയാൻ 2 ചൊവ്വയിൽ എത്തിക്കുന്ന റോക്കറ്റ് ഏതാണ്? LVM മാർക്ക് 3 റോക്കറ്റ്. മംഗൾയാൻ 2 ചൊവ്വയിൽ എത്തിക്കുന്ന റോക്കറ്റ് LVM മാർക്ക് 3 റോക്കറ്റാണ്. 2024 തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം ആരൊക്കെയാണ്? സ്വാതിക് സായിരാജും ചിരാഗ് ഷെട്ടിയും. 2024 തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയുമാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയാണ്? USA. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി USA ആണ്. ബ്ലൂംബെർഗിൻ്റെ ലോകത്തിലെ 15 അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ ആരെല്ലാമാണ്? മുകേഷ് അംബാനി, ഗൗതം അദാനി. ബ്ലൂംബെർഗിൻ്റെ ലോകത്തിലെ 15 അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ മുകേഷ് അംബാനിയും ഗൗതം അദാനിയുമാണ്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്?
നെതർലൻഡ്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി നെതർലൻഡാണ്. 2024 ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി സംഘടിപ്പിച്ച മേഘാലയയിൽ നടന്ന സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ശക്തി 2024. 2024 ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി സംഘടിപ്പിച്ച മേഘാലയയിൽ വെച്ച് നടന്ന സൈനിക അഭ്യാസത്തിൻ്റെ പേര് ശക്തി 2024 എന്നാണ്. മുൻ കേരള മുഖ്യമന്ത്രി EK നയനാറുടെ പേരിലുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബർണശ്ശേരി, കണ്ണൂർ. മുൻ കേരള മുഖ്യമന്ത്രി EK നയനാറുടെ പേരിലുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ ബർണശ്ശേരിയിലാണ്. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ആദ്യ രാജ്യം ഏതാണ്? ജർമ്മനി. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ആദ്യ രാജ്യം ജർമ്മനിയാണ്. 2024 ICC T20 വേൾഡ് കപ്പിൻ്റെ വേദി എവിടെയാണ്? US, വെസ്റ്റ് ഇൻഡീസ് എന്നീ രാജ്യങ്ങളിലായിട്ടാണ് 2024 ICC T20 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2024 ICC T20 വേൾഡ് കപ്പിൻ്റെ വേദി USഉം വെസ്റ്റ് ഇൻഡീസുമാണ്. 2024 ICC T20 വേൾഡ് കപ്പിൽ മത്സരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 20. 2024 ICC T20 വേൾഡ് കപ്പിൽ മത്സരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 20ആണ്. 2024 ICC T20 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി ആരാണ്? സഞ്ജു സാംസൺ. 2024 ICC T20 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു സാംസണാണ്. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായ അക്ഷയ് കുമാർ ഏത് രാജ്യത്തെ പൗരത്വമാണ് സ്വീകരിച്ചിരുന്നത്? കാനഡ. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് ചലച്ചിത്ര നടനായ അക്ഷയ് കുമാർ കാനഡയുടെ പൗരത്വമായിരുന്നു സ്വീകരിച്ചിരുന്നത്. 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 202. 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 202 ആണ്. അടുത്തിടെ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? N. കുട്ടിക്കൃഷ്ണപിള്ള. അടുത്തിടെ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ യഥാർത്ഥ പേര് N. കുട്ടിക്കൃഷ്ണപിള്ള എന്നായിരുന്നു. 2024 96ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ എത്ര പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമർ എന്ന സിനിമ സ്വന്തമാക്കിയത്? 7 പുരസ്കാരങ്ങൾ. 2024 96ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമർ എന്ന സിനിമ സ്വന്തമാക്കിയത്. ആരുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയിലാണ്. 2023 6ാമത് JCB സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് സാഹിത്യകാരൻ ആരാണ്? പെരുമാൾ മുരുകൻ. 2023 6ാമത് JCB സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് സാഹിത്യകാരൻ പെരുമാൾ മുരുകനാണ്. 2022 5ാമത് JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഖാലിദ് ജാവേദിനാണ്. 2022 5ാമത് JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഖാലിദ് ജാവേദിനാണ്. 2021 4ാമത് JCB സാഹിത്യ പുരസ്കാര ജേതാവ് M. മുകുന്ദനാണ്. കൃതി ഡൽഹി ഗാഥകൾ. 2021 4ാമത് JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M. മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എന്ന കൃതിക്കാണ്. 2012 പ്രഥമ JCB സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ബെന്യാമിനാണ്. കൃതി മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. 2012 പ്രഥമ JCB സാഹിത്യ പുരസ്കാര ജേതാവ് ബെന്യാമിനാണ്. കൃതി മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. JCB സാഹിത്യ പുരസ്കാരത്തിന് നൽകുന്ന സമ്മാന തുക എത്രയാണ്? 25 ലക്ഷം രൂപ. JCB സാഹിത്യ പുരസ്കാരത്തിന് നൽകുന്ന സമ്മാന തുക 25 ലക്ഷം രൂപയാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏതാണ്? JCB സാഹിത്യ പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള സാഹിത്യ പുരസ്കാരം JCB സാഹിത്യ പുരസ്കാരമാണ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്ക്. കൃതി രൗദ്ര സാത്വികം. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. കൃതി രൗദ്ര സാത്വികം. 2022 സരസ്വതി സമ്മാൻ ലഭിച്ച തമിഴ് സാഹിത്യകാരി ആരാണ്? ശിവശങ്കരി. കൃതി സൂര്യവംശം.
2022 സരസ്വതി സമ്മാൻ ലഭിച്ച തമിഴ് സാഹിത്യകാരി ശിവശങ്കരിയാണ്. കൃതി സൂര്യവംശം. 2021 സരസ്വതി സമ്മാൻ ലഭിച്ചത് രാംദരാസ് മിശ്രയ്ക്കാണ്. 2021 സരസ്വതി സമ്മാൻ ലഭിച്ചത് രാംദരാസ് മിശ്രയ്ക്കാണ്. 2023 33ാമത് വ്യാസ സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? പുഷ്പഭാരതിക്ക്. 2023 33ാമത് വ്യാസ സമ്മാൻ ലഭിച്ചത് പുഷ്പഭാരതിക്കാണ്. 2022 വ്യാസ സമ്മാൻ ലഭിച്ചത് ഗ്യാൻ ചതുർവേദിക്കാണ്. 2022 വ്യാസ സമ്മാൻ ലഭിച്ചത് ഗ്യാൻ ചതുർവേദിക്കാണ്. 2021 വ്യാസ സമ്മാൻ ലഭിച്ചത് അസ്കർ വജാഹത്തിനാണ്. 2021 വ്യാസ സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? അസ്കർ വജാഹത്ത്. സരസ്വതി സമ്മാൻ, വ്യാസ സമ്മാൻ എന്നിവ നൽകുന്നത് KK ബിർള ഫൗണ്ടേഷനാണ്. സരസ്വതി സമ്മാൻ, വ്യാസ സമ്മാൻ എന്നിവ നൽകുന്നത് KK ബിർള ഫൗണ്ടേഷനാണ്. ഒരു രാജ്യം, ഒരു തിരഞ്ഞെടുപ്പ്, മണ്ഡല പുനർനിർണയ നടപടി എന്നിവയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഒരു രാജ്യം, ഒരു തിരഞ്ഞെടുപ്പ്, മണ്ഡല പുനർനിർണയ നടപടി എന്നിവയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി 26 പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് രൂപീകരിച്ച മുന്നണിക്ക് നൽകിയ പേരെന്താണ്? ഇന്ത്യ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി 26 പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് രൂപീകരിച്ച മുന്നണിക്ക് നൽകിയ പേര് ഇന്ത്യ എന്നാണ്. ഇന്ത്യ എന്നതിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്നാണ്. അരുണാചൽ പ്രദേശിൻ്റെ 27ാമത് ജില്ലയായി നിലവിൽ വന്ന ജില്ല ഏതാണ്? ബിജോം. അരുണാചൽ പ്രദേശിൻ്റെ 27ാം ജില്ലയായി നിലവിൽ വന്ന ജില്ല ബിജോമാണ്. ആദിവാസി വിഭാഗത്തിൽ നിന്നും സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത ആരാണ്? ശ്രീപതി. ആദിവാസി വിഭാഗത്തിൽ നിന്നും സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത ശ്രീപതിയാണ്. ഈജിപ്തിൻ്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി നൈൽ ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. ഈജിപ്തിൻ്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി നൈൽ ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 14454. ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പറാണ് 14454. മൻ കി ബാത്തിൻ്റെ 100ാം എപ്പിസോഡിനോടനുബന്ധിച്ച് പുറത്തിറക്കിയത് എത്ര രൂപ നാണയമാണ്? 100 രൂപയുടെ. മൻ കി ബാത്തിൻ്റെ 100ാം എപ്പിസോഡിനോടനുബന്ധിച്ച് പുറത്തിറക്കിയത് 100 രൂപ നാണയമാണ്. പ്രഥമ ആഗോള ബുദ്ധ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ന്യൂഡൽഹി. പ്രഥമ ആഗോള ബുദ്ധ ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ്. 2023 മാർച്ചിൽ പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ മലയാളി ആരാണ്? ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രൻ. 2023 മാർച്ചിൽ പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രനാണ്. അംബേദ്കർ ജയന്തിയായ ഏപ്രിൽ 14 എല്ലാ വർഷവും തുല്യതാ ദിവസമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. അംബേദ്കർ ജയന്തിയായ ഏപ്രിൽ 14 എല്ലാ വർഷവും തുല്യതാ ദിവസമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. കാൻഡിഡേറ്റ്സ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ താരം ആരാണ്? ഡി ഗുഗേഷ്. കാൻഡിഡേറ്റ്സ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ താരം ഡി ഗുഗേഷ് ആണ്. യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 144.17 കോടിയാണ്. യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 144.17 കോടിയാണ്. ജനസംഖ്യയിൽ ലോകത്ത് 1ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. നിലവിൽ ജനസംഖ്യയിൽ ലോകത്ത് 1ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. 2ാം സ്ഥാനം ചൈനയ്ക്കാണ്. ടൈം മാഗസിൻ്റെ ലോകത്തെ ഏറ്റവും സ്വാധീനശേഷിയുള്ള 100 വ്യക്തികളുടെ സൂചികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ ആരെല്ലാമാണ്? അജയ് ബാങ്ക, ആലിയ ഭട്ട്, സാക്ഷി മാലിക്, സത്യ നാദല്ല. ടൈം മാഗസിൻ്റെ ലോകത്തെ ഏറ്റവും സ്വാധീനശേഷിയുള്ള 100 വ്യക്തികളുടെ സൂചികയിൽ ഇടം നേടിയ 4 ഇന്ത്യക്കാർ അജയ് ബാങ്ക, ആലിയ ഭട്ട്, സാക്ഷി മാലിക്, സത്യ നദല്ല എന്നിവരാണ്.
ലോകത്ത് ജീവിച്ചിരുന്നവയിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിൻ്റേത് എന്ന് കരുതുന്ന ഫോസിൽ കണ്ടെത്തിയ ഇന്ത്യയിലെ സ്ഥലം എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിൽ. ലോകത്ത് ജീവിച്ചിരുന്നവയിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിൻ്റേത് എന്ന് കരുതുന്ന ഫോസിൽ കണ്ടെത്തിയ ഇന്ത്യയിലെ സ്ഥലം ഗുജറാത്തിലെ കച്ചാണ്. ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്തത് ഏത് രാജ്യത്തേക്കാണ്? ഫിലിപ്പീൻസ്. ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്തത് ഫിലിപ്പീൻസിലേക്കാണ്. ലോക കരൾ ദിനം എന്നാണ്? ഏപ്രിൽ 19. ലോക കരൾ ദിനം ഏപ്രിൽ 19-നാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന ബഹുമതി നേടിയത് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന ബഹുമതി നേടിയത്. ദേശീയ സുരക്ഷാ സേനയുടെ അതായത് NSGയുടെ പുതിയ ഡയറക്ടർ ആരാണ്? നളിൻ പ്രഭാത്. ദേശീയ സുരക്ഷാ സേനയുടെ പുതിയ ഡയറക്ടർ നളിൻ പ്രഭാതാണ്. ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി നിയമിക്കപ്പെട്ടത് ആരാണ്? പ്രഗ്യ മിത്ര. ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി നിയമിക്കപ്പെട്ടത് പ്രഗ്യ മിത്രയാണ്. കേരള ബാങ്കിൻ്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ജോർട്ടി എം ചാക്കോ. കേരള ബാങ്കിൻ്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർട്ടി എം ചാക്കോയാണ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്രയാണ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്രയാണ്. 2024 എത്ര പേർക്കാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്? 5 പേർക്ക്. 2024 5 പേർക്കാണ് ഭാരതരത്ന പുരസ്കാരം നൽകിയത്. 2024 പ്രഖ്യാപിച്ച കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയത് ആരാണ്? റഫീഖ് അഹമ്മദ്. 2024 പ്രഖ്യാപിച്ച കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയത് റഫീഖ് അഹമ്മദാണ്. അപൂർവ രോഗപരിചരണത്തിനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? കെയർ. അപൂർവ രോഗപരിചരണത്തിനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് കെയർ. 2024 നടന്ന ICC അണ്ടർ 19 പുരുഷ വിഭാഗം ക്രിക്കറ്റ് ലോകകപ്പിലെ ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. 2024 നടന്ന ICC അണ്ടർ 19 പുരുഷ വിഭാഗം ക്രിക്കറ്റ് ലോകകപ്പിലെ ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. 2023 ഏഷ്യ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ഖത്തർ. 2023 ഏഷ്യ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർ ഖത്തറാണ്. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയറാണ്. കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയറാണ് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 2022-23 സ്വരാജ് ട്രോഫി നേടിയത് വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്താണ്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 2022-23 സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്ത് വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്താണ്. 5ാമത് വിമൻസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? കൊച്ചി. 5ാമത് വിമൻസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നത് കൊച്ചിയിലാണ്. കേരളത്തിലെ ഏത് പ്രമുഖ വ്യവസായിയുടെ ആത്മകഥയാണ് ഇനിയും നടക്കാം? VKC മുഹമ്മദ് കോയ. VKC മുഹമ്മദ് കോയ എന്ന പ്രമുഖ വ്യവസായിയുടെ ആത്മകഥയാണ് ഇനിയും നടക്കാം. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയ വധവൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിൽ. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയ വധവൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. 71ാമത് ലോകസുന്ദരി മത്സരങ്ങൾ അരങ്ങേറിയ ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ. 71ാമത് ലോകസുന്ദരി മത്സരങ്ങൾ അരങ്ങേറിയ ഇന്ത്യൻ നഗരം മുംബൈയാണ്. രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് നൽകിയ പേര് എന്താണ്? BR അംബേദ്കർ ഭവൻ. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് നൽകിയ പേര് BR അംബേദ്കർ ഭവൻ എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണൽ T50 ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണൽ T50 ആണ്. 67ാമത് നാഷണൽ സ്കൂൾ അത്ലറ്റിക്സ് ടൂർണമെൻറ്റിൽ ഓവറോൾ കിരീടം നേടിയത് കേരളമാണ്. 67ാമത് നാഷണൽ സ്കൂൾ അത്ലറ്റിക്സ് ടൂർണമെൻറ്റിൽ ഓവറോൾ കിരീടം നേടിയത് കേരളമാണ്.
2024-28 കാലയളവിൽ IPL ക്രിക്കറ്റിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് അവകാശം നേടിയ കമ്പനി ടാറ്റ സൺസ് ആണ്. 2024-28 കാലയളവിൽ IPL ക്രിക്കറ്റിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് അവകാശം നേടിയ കമ്പനി ടാറ്റ സൺസ് ആണ്. ഫോബ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി ഏതാണ്? കുവൈറ്റ് ദിനാർ. ഫോബ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി കുവൈറ്റ് ദിനാറാണ്. 2023 സംസ്ഥാന സ്കൂൾ സയൻസ് ഫെസ്റ്റിവലിൽ ചാമ്പ്യന്മാരായ ജില്ല ഏതാണ്? മലപ്പുറം. 2023 സംസ്ഥാന സ്കൂൾ സയൻസ് ഫെസ്റ്റിവലിൽ ചാമ്പ്യന്മാരായ ജില്ല മലപ്പുറമാണ്. 2024 ഭാരതരത്നം ലഭിച്ച കർപ്പൂരി ഠാക്കൂർ ഏത് സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ്? ബീഹാറിൻ്റെ. 2024 ഭാരതരത്നം ലഭിച്ച കർപ്പൂരി ഠാക്കൂർ ബീഹാറിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. 96ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിലേക്ക് ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ മത്സരിച്ച ഇന്ത്യൻ ഡോക്യുമെൻ്ററി ഫിലിം ഏതാണ്? ടു കിൽ എ ടൈഗർ. 96ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിലേക്ക് ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ മത്സരിച്ച ഇന്ത്യൻ ഡോക്യുമെൻ്ററി ഫിലിം ടു കിൽ എ ടൈഗർ ആണ്. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇമ്മാനുവൽ മാക്രോൺ. ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യ അതിഥി. 2024 അന്തർദേശീയ വനിതാ ദിനാചരണത്തിൻ്റെ പ്രധാന പ്രമേയം എന്തായിരുന്നു? ഇൻവെസ്റ്റ് ഇൻ വിമൺ. 2024 അന്തർദേശീയ വനിതാ ദിനാചരണത്തിൻ്റെ പ്രധാന പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വിമൺ ആയിരുന്നു. കേരള ഗവർണറുടെ സുരക്ഷാ ചുമതല നൽകപ്പെട്ട കേന്ദ്ര പോലീസ് സേന ഏതാണ്? CRPF. കേരള ഗവർണറുടെ സുരക്ഷാ ചുമതലയുള്ള കേന്ദ്ര പോലീസ് സേന CRPF ആണ്. KM മാണിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ. KM മാണിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. ISRO 2024 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3 DS ഉപഗ്രഹം ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ്? കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം. ISRO 2024 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3 DS ഉപഗ്രഹം കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹത്തിൽ പെടുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട 100 ആദിവാസി സെറ്റിൽമെൻറ്റുകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനുള്ള പദ്ധതിയാണ് സ്നേഹഹസ്തം. തിരഞ്ഞെടുക്കപ്പെട്ട 100 ആദിവാസി സെറ്റിൽമെൻറ്റുകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനുള്ള പദ്ധതിയാണ് സ്നേഹഹസ്തം. 2023 ICC പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഗ്ലോബൽ അംബാസിഡർ ആയിരുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. 2023 ICC പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഗ്ലോബൽ അംബാസിഡർ ആയിരുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. 2027 ICC പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 14. 2017 ICC പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 14 ആണ്. മരണാനന്തരം അവയവദാനം നടത്തുന്നവരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. മരണാനന്തരം അവയവദാനം നടത്തുന്നവരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭവ്. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ്. ലോക അവയവദാന ദിനം എന്നാണ്? ഓഗസ്റ്റ് 13. ലോക അവയവദാന ദിനം ഓഗസ്റ്റ് 13 ആണ്. 2024 ജനുവരി 27 കന്നി യാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ്? ഐക്കൺ ഓഫ് ദി സീസ്. 2024 ജനുവരി 27 കന്നി യാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാം ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഉഗാണ്ടയിലെ കമ്പാല. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാം ഉച്ചകോടി നടന്നത് ഉഗാണ്ടയിലെ കമ്പാലയിലാണ്. 2024 ഫെബ്രുവരി 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഏതാണ്? ബാബ്സ് ഹിന്ദു മന്ദിർ. അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിറാണ് 2024 ഫെബ്രുവരി 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം. മിലൻ നാവിക അഭ്യാസത്തിന്റെ 12ാം എഡിഷന്റെ വേദി എവിടെയായിരുന്നു? വിശാഖപട്ടണം. മിലൻ നാവിക അഭ്യാസത്തിന്റെ
12ാം എഡിഷന്റെ വേദി വിശാഖപട്ടണമാണ്. 2024 ഫെബ്രുവരി 17 രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന വ്യോമസേനയുടെ അഭ്യാസ പ്രകടനത്തിന്റെ പേരെന്താണ്? വായുശക്തി 2024. 2024 ഫെബ്രുവരി 17 രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന വ്യോമസേന അഭ്യാസ പ്രകടനത്തിന്റെ പേരാണ് വായുശക്തി 2024. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? KR മീര. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് KR മീരയാണ്. ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരം ഏതാണ്? കൊച്ചി. ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരം കൊച്ചിയാണ്. 2024 കാൻ ചലച്ചിത്രോത്സവത്തിലെ പിയർ ആന്റിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? സന്തോഷ് ശിവൻ. 2024 കാൻ ചലച്ചിത്രോത്സവത്തിലെ പിയർ ആന്റിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച മലയാളി സന്തോഷ് ശിവനാണ്. ഇന്ത്യയിലെ ആദ്യ പോഡ് ടാക്സി അഥവാ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ്? മുംബൈ. ഇന്ത്യയിലെ ആദ്യ പോഡ് ടാക്സി അഥവാ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സംവിധാനം നിലവിൽ വന്ന നഗരം മുംബൈയാണ്. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അതായത് KSFDC OTT പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? സി സ്പേസ്. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ OTT പ്ലാറ്റ്ഫോമിന്റെ പേരാണ് സി സ്പേസ്. ഏത് പരമ്പരാഗത കായിക വിനോദത്തെയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തി വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തമിഴ്നാട് സർക്കാർ ആരംഭിച്ചത്? ജല്ലിക്കെട്ട്. ജല്ലിക്കെട്ട് എന്ന പരമ്പരാഗത കായിക വിനോദത്തെയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തി വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തമിഴ്നാട് സർക്കാർ നടത്തിയത്. കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രോസസറിന്റെ പേരെന്താണ്? കൈരളി. കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രോസസറിന്റെ പേരാണ് കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് കൈരളി എന്ന പേരിൽ 2 ശ്രേണികളിലുള്ള പ്രോസസറുകൾ നിർമ്മിച്ചത്. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? എറണാകുളത്തെ കളമശ്ശേരിയിൽ. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എറണാകുളത്തെ കളമശ്ശേരിയിലാണ്. ചെന്നൈയിൽ നടന്ന ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ 2024 സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് പട്ടം നേടിയ മലയാളി ആരാണ്? ത്രേസ്യ ലൂയിസ്. ചെന്നൈയിൽ നടന്ന ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ 2024 സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് പട്ടം നേടിയ മലയാളി ത്രേസ്യ ലൂയിസ് ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള ജില്ല ഏതാണ്? കോഴിക്കോട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല കോഴിക്കോടാണ്. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി പുതുതായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി പുതുതായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും. 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത് ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ. ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത്. രാജ്യത്തെ 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ അതായത് റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന കേന്ദ്ര പദ്ധതിയുടെ പേരെന്താണ്? PM സൂര്യഘർ മുഫ്ത് ബിജിലി യോജന. രാജ്യത്തെ 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണ് PM സൂര്യഘർ മുഫ്ത് ബിജിലി യോജന. ഫിഡെ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി ചെസ് താരം ആരാണ്? SL നാരായണൻ. 42ാം റാങ്കാണ് SL നാരായണന് ഫിഡെയിൽ കിട്ടിയത്. ഫിഡെ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി ചെസ് താരം SL നാരായണനാണ്. 2024 ആദ്യ ഭാരത രത്ന പ്രഖ്യാപനം വന്നത് ആരുടെ 100ാം ജന്മവാർഷികത്തിന് തലേ ദിവസമാണ്? കർപ്പൂരി ഠാക്കൂർ. 2024 ആദ്യ ഭാരതരത്ന പ്രഖ്യാപനം വന്നത് കർപ്പൂരി ഠാക്കൂറിന്റെ 100ാം ജന്മവാർഷികത്തിന്റെ തലേ ദിവസമാണ്. ഏത് രാജ്യത്താണ് 2024 ഫെബ്രുവരി 1 മുതൽ ഇന്ധനവില നിലവിലുള്ളതിന്റെ 5 ഇരട്ടിയാക്കിയത്? ക്യൂബയിൽ.
ക്യൂബയിലാണ് 2024 ഫെബ്രുവരി 1 മുതൽ ഇന്ധനവില നിലവിലുള്ളതിനേക്കാൾ 5 ഇരട്ടി ആക്കിയത്. 2021 മുതൽ ആചരിച്ചു വരുന്ന പരാക്രം ദിവസ് അത് ആരുടെ ജന്മദിനമാണ് എന്നാണ്. ജനുവരി 23 2021 മുതൽ ഇന്ത്യയിൽ പരാക്രം ദിവസായി ആചരിച്ചു വരുന്നത്. അത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ്. ഇന്ത്യയിൽ പരാക്രം ദിവസായി ആഘോഷിക്കുന്നത് ജനുവരി 23 ജനുവരി 23 നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ്. അതിജീവനം എന്ന പേരിൽ മലയാളത്തിൽ ആത്മകഥ രചിച്ച രാജസ്ഥാൻ സ്വദേശിയായ കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ വിശ്വാസ് മേത്ത. അതിജീവനം എന്ന പേരിൽ മലയാളത്തിൽ ആത്മകഥ രചിച്ച കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്തയാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ നഗരസഭ ഏതാണ്? കൊട്ടാരക്കര. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ നഗരസഭ കൊട്ടാരക്കരയാണ്. 2024 ഫെബ്രുവരി 1 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ എത്രാമത്തെ ബജറ്റായിരുന്നു? 6ാമത്തെ. 2024 ഫെബ്രുവരി 1 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ 6ാമത്തെ ബജറ്റായിരുന്നു. കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. 2024 ഫെബ്രുവരി 3 കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പൽ ഏതാണ്? INS സന്ധ്യക്. 2024 ഫെബ്രുവരി 3 കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പൽ INS സന്ധ്യക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് ബംഗളൂരുവിലാണ്. ഇറാൻ അടുത്തിടെ വിക്ഷേപിച്ച 3 ഉപഗ്രഹങ്ങളുടെ പേരുകൾ എന്തെല്ലാമാണ്? മഹ്ദ, കൈഹാൻ 2, ഹാത്തിഫ് 1. ഇറാൻ അടുത്തിടെ വിക്ഷേപിച്ച 3 ഉപഗ്രഹങ്ങളാണ് മഹ്ദ, കൈഹാൻ 2, ഹാത്തിഫ് 1 എന്നിവ. ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സായുധ സേനാ വിഭാഗം ഏതാണ്? CISF. ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സായുധ സേനാ വിഭാഗം CISF ആണ്. ലീഡർക്കൊപ്പം 3 പതിറ്റാണ്ട് എന്ന ആത്മകഥ രചിച്ച മുൻ IAS ഉദ്യോഗസ്ഥൻ ആരാണ്? KS പ്രേമചന്ദ്രക്കുറുപ്പ്. ലീഡർക്കൊപ്പം 3 പതിറ്റാണ്ട് എന്ന ആത്മകഥ രചിച്ച മുൻ IAS ഉദ്യോഗസ്ഥൻ KS പ്രേമചന്ദ്രക്കുറുപ്പാണ്. ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തിരികെ നൽകിയാൽ 10 രൂപ വീതം നൽകുന്ന സംവിധാനം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തിരികെ നൽകിയാൽ 10 രൂപ വീതം നൽകുന്ന സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. 2024 ജനുവരിയിൽ സ്ഥാനമൊഴിഞ്ഞ മാർഗ്രത്തെ സെക്കൻഡ് ഏത് രാജ്യത്തെ രാജ്ഞിയാണ്? ഡെൻമാർക്ക്. 2024 ജനുവരിയിൽ സ്ഥാനമൊഴിഞ്ഞ മാർഗ്രത്തെ സെക്കൻഡ് ഡെൻമാർക്കിലെ രാജ്ഞിയാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ MBBS ഡോക്ടർ ആരാണ്? വിഫ ഉഷ രാധാകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ MBBS ഡോക്ടർ വിഫ ഉഷ രാധാകൃഷ്ണനാണ്. അസമിന്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിക്കപ്പെട്ട ഫലമേതാണ്? കാജി നീമു. അസമിന്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിക്കപ്പെട്ടത് കാജി നീമു ആണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജയ്ഷ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷയാണ്. 2024 ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെ ഹിമാചൽ പ്രദേശിലെ ബാക്ലോഹിൽ നടന്ന ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗജ്ജാർ. 2024 ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെ ഹിമാചൽ പ്രദേശിലെ ബാംഗ്ലോഹിൽ നടന്ന ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ്? ഗജ്ജാർ. പശ്ചിമഘട്ടത്തിൽ നിന്നും 33 വർഷത്തിനിടെ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നൽകിയ പേരെന്താണ്? സിഗരിറ്റിസ് മേഘമലയൻസ്. പശ്ചിമഘട്ടത്തിൽ നിന്നും 33 വർഷത്തിനിടെ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നൽകിയ പേരാണ് സിഗരിറ്റിസ് മേഘമലയൻസ്. ലോകത്താദ്യമായി ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ലോകത്താദ്യമായി
ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 2024 ഫെബ്രുവരി 4 അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിന്റെ യഥാർത്ഥ പേര് എന്താണ്? N കുട്ടിക്കൃഷ്ണപിള്ള. 2024 ഫെബ്രുവരി 4 അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിന്റെ യഥാർത്ഥ പേര് N കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ്. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിച്ചത് കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ബഹിരാകാശ മേഖലയിൽ നേരിട്ടുള്ള എത്ര ശതമാനം വിദേശ നിക്ഷേപത്തിനാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്? 100%. ബഹിരാകാശ മേഖലയിൽ നേരിട്ടുള്ള എത്ര ശതമാനം വിദേശ നിക്ഷേപത്തിനാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്? 100%. ലോക സർക്കാർ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ദുബായിൽ. 2024 ലോക സർക്കാർ ഉച്ചകോടി നടന്നത് ദുബായിലാണ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാത ജമ്മു കാശ്മീരിൽ തുറന്നത് അതിന്റെ പേരെന്താണ്? T50. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാത ജമ്മു കാശ്മീരിലാണ് തുറന്നത്. ഈ തുരങ്ക റെയിൽപാതയുടെ പേര് T50 എന്നാണ്. US-ലെ ഏത് മുൻ പ്രസിഡന്റാണ് നെവർ സറണ്ടർ എന്ന പേരിലുള്ള സ്വർണ്ണവർണ്ണമുള്ള ഷൂസ് വിപണിയിൽ എത്തിച്ചത്? ഡൊണാൾഡ് ട്രംപ്. US-ലെ ഏത് മുൻ പ്രസിഡന്റാണ് നെവർ സറണ്ടർ എന്ന പേരിലുള്ള സ്വർണ്ണവർണ്ണമുള്ള ഷൂസ് വിപണിയിൽ എത്തിച്ചത്? ഡൊണാൾഡ് ട്രംപ്. സാമൂഹിക മാധ്യമമായ ഫേസ്ബുക്കിന് 2024 ഫെബ്രുവരി 4 എത്ര വർഷമാണ് തികഞ്ഞത്? 20. 2024 ഫെബ്രുവരി 4 20 വർഷം തികഞ്ഞ സാമൂഹിക മാധ്യമമാണ് ഫേസ്ബുക്ക്. സമുദ്രങ്ങൾ, അന്തരീക്ഷം, കാലാവസ്ഥ തുടങ്ങിയവയെപ്പറ്റി പഠനം നടത്തുന്നതിനായി US ബഹിരാകാശ സ്ഥാപനമായ നാസ അടുത്തിടെ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? പേസ്. സമുദ്രങ്ങൾ, അന്തരീക്ഷം, കാലാവസ്ഥ എന്നിവയെക്കുറിച്ച് പഠനം നടത്തുന്നതിനായി നാസ അടുത്തിടെ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ ആരാണ്? പാർവതി ബറുവ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ പാർവതി ബറുവയാണ്. ആസാം സ്വദേശിനിയാണ് പാർവതി ബറുവ. ലോകബാങ്കിന്റെ 2023 ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 38. ലോകബാങ്കിന്റെ 2023 ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 38ാമതാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ വനിതാ 2020 ബൌളിംഗ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആരാണ്? ദീപ്തി ശർമ്മ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ വനിതാ 2020 ബൌളിംഗ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ദീപ്തി ശർമ്മയാണ്. മഹാകവി G ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ. മഹാകവി G ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എറണാകുളത്തെ മറൈൻ ഡ്രൈവിലാണ്. 2024 ഫെബ്രുവരി 16 എവിടെയാണ് നിർമ്മിത ബുദ്ധി സുരക്ഷാ സമ്മേളനം നടന്നത്? ജർമ്മനിയിലെ മ്യൂണിക്. 2024 ഫെബ്രുവരി 16 ജർമ്മനിയിലെ മ്യൂണിക്കിൽ വെച്ചാണ് നിർമ്മിത ബുദ്ധി സുരക്ഷാ സമ്മേളനം നടന്നത്. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ലയണൽ സ്കലോനി. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ലയണൽ സ്കലോനിയാണ്. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ലയണൽ മെസ്സിയാണ്. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി ആയിരുന്നു. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരവേദി ഖത്തറായിരുന്നു. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടന്നത് ഖത്തറിൽ വെച്ചാണ്. 2022 ഫിഫ ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് നേടിയ ഫ്രാൻസിന്റെ താരം ആരാണ്? കിലിയൻ എംബാവെ. 2022 ഫിഫ ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് നേടിയത് കിലിയൻ എംബാവെയാണ്. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ മികച്ച താരമായി തിരഞ്ഞെടുത്ത ആരെയാണ്? ലയണൽ മെസ്സിയെ. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ മികച്ച താരമായത് ലയണൽ മെസ്സിയാണ്. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ്. അർജന്റീന ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഫ്രാൻസിനെയാണ്. 2022
ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ്. ആയുഷ്മാൻ ഭാരത് എന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഏതാണ്? 2018. ആയുഷ്മാൻ ഭാരത് എന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 2018 2023 വിംബിൾഡണിൽ പുരുഷ വിഭാഗത്തിൽ വിജയം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ്. 2023 വിംബിൾഡൺ പുരുഷ വിഭാഗത്തിൽ വിജയം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. ആർട്ടിക്കിൾ 330A, ആർട്ടിക്കിൾ 332A എന്നിവ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 2023 106 ഭേദഗതി. ആർട്ടിക്കിൾ 330Aയും ആർട്ടിക്കിൾ 332A എന്നിവ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 2023 106 ഭേദഗതിയാണ്. ആർട്ടിക്കിൾ 233Aയിൽ ഭേദഗതി ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 2023 106 ഭരണഘടനാ ഭേദഗതി. ആർട്ടിക്കിൾ 233Aയിൽ ഭേദഗതി ചെയ്തത് 2023 106 ഭേദഗതിയിലൂടെയാണ്. കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് വൈൽ അൽദഹ്ദൂദ് ആണ്. കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് വൈൽ അൽദഹ്ദൂദ് ആണ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ നൗസേന ഭവൻ രാജ്യത്തിന് സമർപ്പിച്ചതാരാണ്? പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ നൗസേന ഭവൻ രാജ്യത്തിന് സമർപ്പിച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണ്? കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് പദ്ധതിയുടെ പൂർണ്ണരൂപം കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ഏത് വാർത്താ സ്ഥാപനമാണ് ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചത്? BBC. BBC ആണ് ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപനം നടത്തിയത്. ഗഗൻയാൻ യാത്രികരെ സഹായിക്കാൻ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? സഖി ആപ്പ്. ഗഗൻയാൻ യാത്രികരെ സഹായിക്കാൻ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് സഖി ആപ്പ്. ബിഫോർ മെമ്മറി ഫെയ്ഡഡ് എന്നത് ആരുടെ ആത്മകഥയാണ്? ഹാലി എസ് നരിമാൻ. ബിഫോർ മെമ്മറി ഫെയ്ഡഡ് എന്നത് ഹാലി എസ് നരിമാന്റെ ആത്മകഥയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നിയോജക മണ്ഡലമാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നിയോജക മണ്ഡലമാണ്. ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാകുന്ന ആത്മഹത്യാ പ്രവണതയെ പ്രതിരോധിക്കാൻ IMA നടപ്പിലാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതി ഏതാണ്? ഹെൽപ്പിംഗ് ഹാൻഡ്സ്. ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാകുന്ന ആത്മഹത്യാ പ്രവണതയെ പ്രതിരോധിക്കാൻ IMA നടപ്പിലാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ്. 2024 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? മുംബൈ. 2024 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ മുംബൈയാണ്. ഇന്ത്യയിൽ ഏത് വിമാനത്താവളത്തിനാണ് അടുത്തിടെ 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി നൽകിയത്? ജാംനഗർ വിമാനത്താവളം. ഇത് ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളത്തിനാണ് 10 ദിവസത്തേക്ക് അടുത്തിടെ അന്താരാഷ്ട്ര പദവി നൽകിയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഉള്ളത് ഏത് ഭാഷയിലാണ്? ഹിന്ദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഉള്ളത് ഹിന്ദി ഭാഷയിലാണ്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 100% സാച്ചുറേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട് ജില്ലയാണ്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 100% സാച്ചുറേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? വയനാട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും US കോസ്റ്റ് ഗാർഡും സംയുക്തമായി സംഘടിപ്പിച്ച നാവിക അഭ്യാസമാണ് സീ ഡിഫൻഡേഴ്സ് 2024. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും US കോസ്റ്റ് ഗാർഡും സംയുക്തമായി സംഘടിപ്പിച്ച നാവിക അഭ്യാസമാണ് സീ ഡിഫൻഡേഴ്സ്
2024. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല ഏതാണ്? MG സർവകലാശാല. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളികളായ കേരളത്തിലെ സർവകലാശാല MG സർവകലാശാലയാണ്. 2024 സംഗീത കലാനിധി പുരസ്കാരം നേടിയ കർണാടക സംഗീതജ്ഞൻ ആരാണ്? TM കൃഷ്ണ. 2024 സംഗീത കലാനിധി പുരസ്കാരം നേടിയ കർണാടക സംഗീതജ്ഞൻ TM കൃഷ്ണയാണ്. ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ ബോട്ട് ഏതാണ്? എനർജി ഒബ്സർവർ. ഫ്രഞ്ച് നിർമ്മിത ബോട്ടായ എനർജി ഒബ്സർവർ ആണ് ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ബോട്ട്. കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? കരിക്കകം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ കരിക്കകം എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത്. ഡോക്ടർ BR അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാവരണം ചെയ്തത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ. ഡോക്ടർ BR അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാവരണം ചെയ്തത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിച്ചത് എവിടെയാണ്? മധ്യപ്രദേശിലെ ഉജ്ജയിൻ. ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിച്ചത് മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ്. ഓപ്പൺ AI അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീഡിയോ സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി സങ്കേതത്തിന്റെ പേരെന്താണ്? സോറ. ഓപ്പൺ AI അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീഡിയോ സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി സങ്കേതത്തിന്റെ പേരാണ് സോറ. അന്തരിച്ച വാഴേക്കട വിജയൻ ഏത് മേഖലയിലെ കലാകാരനായിരുന്നു? കഥകളി. അടുത്ത കാലത്ത് അന്തരിച്ച വാഴേക്കട വിജയൻ കഥകളി കലാകാരനായിരുന്നു. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് നേടിയത് ആരാണ്? സന ഇർഷാദ് മട്ടു. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രൈസ് ഫോട്ടോഗ്രാഫി പ്രൈസ് നേടിയത് സന ഇർഷാദ് മട്ടു ആണ്. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോകമത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജോൺ ബ്രിട്ടാസിന്. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോകമത് പുരസ്കാരം നേടിയത് ജോൺ ബ്രിട്ടാസ് ആണ്. ഫ്രഞ്ച് സർക്കാരിന്റെ ഷെവലിയൻ ലീജിയൻ ഡി ഓണർ പുരസ്കാരം അടുത്തിടെ ലഭിച്ച മലയാളി വനിത ആരാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ്. ഫ്രഞ്ച് സർക്കാരിന്റെ ഷെവലിയർ ലീജിയൻ ഡി ഓണർ പുരസ്കാരം അടുത്തിടെ ലഭിച്ച മലയാളി വനിത പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് ആണ്. ഏത് നടൻ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കക്ഷിയാണ് തമിഴക വെട്രി കഴകം? വിജയ്. തമിഴ് സിനിമാ നടൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കക്ഷിയാണ് തമിഴക വെട്രി കഴകം. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ജലം സമാധാനത്തിന്, അല്ലെങ്കിൽ വാട്ടർ ഫോർ പീസ്. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം ജലം സമാധാനത്തിന് എന്നതാണ്. ലക്ഷദ്വീപിൽ എവിടെയാണ് ഇന്ത്യയുടെ പുതിയ നാവിക താവളം തുടങ്ങിയത്? മിനിക്കോയ് ദ്വീപിൽ. ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലാണ് ഇന്ത്യയുടെ പുതിയ നാവിക താവളം തുടങ്ങിയത്. ഇന്ത്യയിലെ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ആരാണ്? ജസീന്ത കല്യാൺ. ഇന്ത്യയിലെ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ജസീന്ത കല്യാൺ ആണ്. 5ാം തലമുറ യുദ്ധവിമാനമായ കാൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ടർക്കി. 5ാം തലമുറ യുദ്ധവിമാനമായ കാൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ടർക്കിയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 700 വിക്കറ്റുകൾ നേടുന്ന ആദ്യ പേസ് ബോളർ ആരാണ്? ജെയിംസ് ആൻഡേഴ്സൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 700 വിക്കറ്റുകൾ നേടുന്ന ആദ്യ പേസ് ബോളർ ജെയിംസ് ആൻഡേഴ്സൺ ആണ്. 2024 ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഒരു മികച്ച ഇന്റർനെറ്റിനായി ഒരുമിച്ച്. 2024 ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയം ഒരു മികച്ച ഇന്റർനെറ്റിനായി ഒരുമിച്ച് എന്നതായിരുന്നു. അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടതാരാണ്? ജസ്റ്റിസ് AM ഖാൽവിൽക്കർ. അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ജസ്റ്റിസ് AM ഖാൽവിൽക്കർ ആണ്. ജപ്പാൻ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ലിഗ്നോസാറ്റ് പ്രോബ്. ജപ്പാൻ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ലിഗ്നോസാറ്റ് പ്രോബ് ആണ്. രാജ്യത്തെ ആദ്യ ചെറുകിട LNG യൂണിറ്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിൽ. ഇന്ത്യയിലെ ആദ്യ ചെറുകിട LNG യൂണിറ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്.
മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ്? നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്നാണ്. ആത്മാന്വേഷി ആരുടെ ജീവചരിത്രമാണ്? വിദ്യാസാഗർ മഹാരാജ്. ജൈന ആചാര്യനായ വിദ്യാസാഗർ മഹാരാജിന്റെ ജീവചരിത്രമാണ് ആത്മാന്വേഷി എന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം ഏതാണ്? തേജസ് മാർക്ക് 1A. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമാണ് തേജസ് മാർക്ക് 1A. രാജ്യത്തെ ആദ്യ ആയുർവേദ കഫേ എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? ഡൽഹിയിൽ. രാജ്യത്തെ ആദ്യ ആയുർവേദ കഫേ പ്രവർത്തനം ആരംഭിച്ചത് ഡൽഹിയിലാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും പരാതികളും ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനായി തയ്യാറാക്കിയ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? സി വിജിൽ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും പരാതികളും ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനായി തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് സി വിജിൽ. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയിരിക്കുന്നത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയിരിക്കുന്നത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സിന്ദ്രി വളം പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സിന്ദ്രി വളം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. സുഖപ്പെട്ട അർബുദ രോഗം തിരിച്ചു വരുന്നത് 30% വരെ തടയുന്ന ഗുളിക വികസിപ്പിച്ച മുംബൈയിലെ ചികിത്സാലയം ഏതാണ്? ടാറ്റ മെമ്മോറിയൽ സെന്റർ. സുഖപ്പെട്ട അർബുദ രോഗം തിരിച്ചു വരുന്നത് 30% വരെ തടയുന്ന ഗുളിക വികസിപ്പിച്ച മുംബൈയിലെ ചികിത്സാലയം ടാറ്റ മെമ്മോറിയൽ സെന്റർ ആണ്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിൽ. ഇന്ത്യയിലെ തന്നെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. ഇന്ത്യൻ വനിതാ ഹോക്കി താരം റാണി രാംപാലിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട സ്റ്റേഡിയം ഏതാണ്? റാണി ഗേൾസ് ഹോക്കി ടർഫ്. ഉത്തർപ്രദേശിലെ റാണി ഗേൾസ് ഹോക്കി ടർഫ് ഇന്ത്യൻ വനിതാ ഹോക്കി താരം റാണി രാംപാലിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട സ്റ്റേഡിയമാണ്. 2024 ഫെബ്രുവരിയിലെ വേൾഡ് ഹോക്കി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 4ാമത്. 2024 ഫെബ്രുവരിയിലെ വേൾഡ് ഹോക്കി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ്. യുവാക്കൾക്ക് കരാർ അടിസ്ഥാനത്തിൽ 4 വർഷം സൈന്യത്തിൽ സേവനം ചെയ്യാൻ അവസരം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? അഗ്നിപഥ്. യുവാക്കൾക്ക് കരാർ അടിസ്ഥാനത്തിൽ 4 വർഷം സൈന്യത്തിൽ സേവനം ചെയ്യാൻ അവസരം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അഗ്നിപഥ്. അഗ്നിപഥ് പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന യുവാക്കൾ അറിയപ്പെടുന്നത് അഗ്നിവീരന്മാർ എന്നാണ്. അഗ്നിപഥ് പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന യുവാക്കൾ അറിയപ്പെടുന്നത് അഗ്നിവീരന്മാർ എന്നാണ്. അഗ്നിപഥ് പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതെന്നാണ്? 2022 ജൂൺ 14. അഗ്നിപഥ് പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് 2022 ജൂൺ 14. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിന് നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിന് നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. മോച്ച ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ കരുണ. മോച്ച ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ. ഇന്ത്യൻ നേവി, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ഇന്ത്യൻ നേവിയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി ലഹരിക്കെതിരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. 2023 നടന്ന ഇന്ത്യ ഫ്രാൻസ് സൈനിക അഭ്യാസമായ ഫ്രിഞ്ചെക്സ് 23ക്ക് വേദിയായത് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ തിരുവനന്തപുരമാണ്.
2023 നടന്ന ഇന്ത്യ ഫ്രാൻസ് സൈനിക അഭ്യാസമായ ഫ്രിഞ്ചെക്സ് 23 വേദിയായത് തിരുവനന്തപുരത്തെ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനാണ്. ഇന്ത്യൻ ആർമി സംഘടിപ്പിച്ച പർവത് പ്രഹാർ എന്ന സൈനിക അഭ്യാസത്തിന്റെ വേദി എവിടെയാണ്? ലഡാക്ക് ആയിരുന്നു. ഇന്ത്യൻ ആർമി സംഘടിപ്പിച്ച പർവത് പ്രഹാർ എന്ന സൈനിക അഭ്യാസത്തിന്റെ വേദി ലഡാക്കാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? ജാനിക് സിന്നർ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ജാനിക് സിന്നർ ആണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആരാണ്? അരീന സബലങ്ക. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് അരീന സബലങ്കയാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷന്മാരുടെ ഡബിൾസിൽ കിരീടം നേടിയ സഖ്യം ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയയുടെ മാത്യു എബ്ദനുമാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷന്മാരുടെ ഡബിൾസിൽ കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ദൻ സഖ്യമാണ്. രോഹൻ ബൊപ്പണ്ണ ഇന്ത്യൻ താരവും മാത്യു എബ്ദൻ ഓസ്ട്രേലിയൻ താരവുമാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആരായിരുന്നു? അരീന സബലിങ്കയാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് അരീന സബലങ്കയാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ റണ്ണറപ്പായ ഇന്ത്യൻ സഖ്യം ആരൊക്കെയാണ്? സാനിയ മിർസയും രോഹൻ ബൊപ്പണ്ണയും. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ റണ്ണറപ്പായ ഇന്ത്യൻ സഖ്യം സാനിയ മിർസയും രോഹൻ ബൊപ്പണ്ണയുമാണ്. 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? റാഫേൽ നദാൽ. 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് റാഫേൽ നദാലാണ്. 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആഷ്ലി ബാർട്ടിയാണ്. 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആഷ്ലി ബാർട്ടിയാണ്. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരായിരുന്നു? നൊവാക് ജോക്കോവിച്ച്. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് നവോമി ഒസാക്കയുമാണ്. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് നവോമി ഒസാക്കയാണ്. അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏതാണ്? പ്രജന്റ്. അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രജന്റ്. DRDO വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കാവുന്ന ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ കോമ്പാക്ട് ഡ്രോൺ ഏതാണ്? ഷിഫ്റ്റ്. DRDO വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കാവുന്ന ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ കോമ്പാക്ട് ഡ്രോണാണ് ഷിഫ്റ്റ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം ഏതാണ്? തേജസ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമാണ് തേജസ്. തേജസ് വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. തേജസ് വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2025 ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ച യുദ്ധവിമാനം ഏതാണ്? MiG-21. 2025 ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ച യുദ്ധവിമാനം MiG-21 ആണ്. ഇന്ത്യക്കായി MiG-21 നിർമ്മിച്ചു നൽകിയ രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യക്കായി MiG-21 നിർമ്മിച്ചു നൽകിയ രാജ്യം സോവിയറ്റ് യൂണിയൻ ആണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻട്രി പുരസ്കാരം നേടിയ ആദ്യ വനിതാ ഓഫീസർ ആരാണ്? ദീപിക മിശ്ര. ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻട്രി പുരസ്കാരം നേടിയ ആദ്യ വനിതാ ഓഫീസർ ദീപിക മിശ്രയാണ്. 2024 ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. 2024 ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ച രാജ്യം അമേരിക്കയാണ്. ആന്റിബയോട്ടിക് അമിത ഉപയോഗം തടയാൻ ജില്ലാതലത്തിൽ ആന്റിബയോഗ്രാം പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ആന്റിബയോട്ടിക് അമിത ഉപയോഗം തടയാൻ ജില്ലാതലത്തിൽ ആന്റിബയോഗ്രാം പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. 2023 ജനുവരിയിൽ നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് എവിടെയാണ്? എറണാകുളം. 2023 ജനുവരിയിൽ നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് എറണാകുളത്താണ്. കാഴ്ച വൈകല്യമുള്ളവർക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ ചാനൽ ഏതാണ്?
റേഡിയോ അക്ഷ്. കാഴ്ച വൈകല്യമുള്ളവർക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ ചാനലാണ് റേഡിയോ അക്ഷ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചതെന്നാണ് 2023 മെയ് 25. കേരളത്തെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 2023 മെയ് 25-നാണ്. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കോട്ടയം. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല കോട്ടയമാണ്. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂരാണ്. മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യ AI അവതാരക ആരാണ്? ഇവാൻ. മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യ AI അവതാരക ഇവാനാണ്. ചാനൽ മീഡിയ വൺ. ഫ്ലൈ 91 എയർലൈൻസിന്റെ ആസ്ഥാനമാവാൻ പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ. ഫ്ലൈ 91 എയർലൈൻസിന്റെ ആസ്ഥാനമാവാൻ പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. 2023 ഏപ്രിൽ മാസം 25 വർഷം പിന്നിട്ട ഇന്ത്യയിലെ റെയിൽപാത ഏതാണ്? കൊങ്കൺ പാത. 2023 ഏപ്രിൽ മാസം 25 വർഷം പിന്നിട്ട ഇന്ത്യയിലെ റെയിൽപാത കൊങ്കൺ പാതയാണ്. 2022 ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ച നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി 2024 ലഭിച്ചത് ആർക്കാണ്? ശശി തരൂരിന്. 2022 ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ച നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ ബഹുമതി 2024 ലഭിച്ചത് ശശി തരൂരിനാണ്. ഇന്ത്യയുടെ സഹായത്തോടെ അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിച്ച ഡാം ഏതാണ്? സൽമ ഡാം. ഇന്ത്യയുടെ സഹായത്തോടെ അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിച്ച ഡാമാണ് സൽമ ഡാം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ എയിംസ് ആശുപത്രി നിലവിൽ വന്നത് എവിടെയാണ്? ഗുവാഹത്തി. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ എയിംസ് ആശുപത്രി നിലവിൽ വന്നത് അസമിലെ ഗുവാഹത്തിയിലാണ്. സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ഏതാണ്? നേപ്പാൾ. സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം നേപ്പാളാണ്. 2023 നവംബറിൽ തുടർച്ചയായ ഭൂചലനങ്ങൾ കാരണം അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഐസ്ലാൻഡ്. 2023 നവംബറിൽ തുടർച്ചയായ ഭൂചലനങ്ങൾ കാരണം അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാജ്യം ഐസ്ലാൻഡ് ആണ്. 2024 ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? അസർബൈജാൻ. 2024 ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി അസർബൈജാനാണ്. യുനെസ്കോയിൽ വീണ്ടും അംഗമായ രാജ്യം അമേരിക്കയാണ്. യുനെസ്കോയിൽ വീണ്ടും അംഗമായ രാജ്യം ഏതാണ്? അമേരിക്ക. ആരോഗ്യ മേഖലയിൽ കേരളവുമായി സഹകരിക്കാൻ ധാരണയിലെത്തിയ രാജ്യം ഏതാണ്? ക്യൂബ. ആരോഗ്യ മേഖലയിൽ കേരളവുമായി സഹകരിക്കാൻ ധാരണയിലെത്തിയ രാജ്യം ക്യൂബയാണ്. ആരാധനാലയങ്ങളിൽ അസമയത്ത് പടക്കം പൊട്ടിക്കരുത് എന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. ആരാധനാലയങ്ങളിൽ അസമയത്ത് പടക്കം പൊട്ടിക്കരുതെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. GST വെട്ടിപ്പ് തടയാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്പ് ഏതാണ്? ലക്കി ബിൽ. GST വെട്ടിപ്പ് തടയാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ലക്കി ബിൽ. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് 2023 പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള സംസ്ഥാനം ബീഹാറാണ്. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് 2023 പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ബീഹാറും ഏറ്റവും കുറവ് ദരിദ്രർ ഉള്ള സംസ്ഥാനം കേരളവുമാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡ് പാർട്ട് ടൈം വിദഗ്ധ അംഗമായി നിയമിതനായ പ്രശസ്ത സഞ്ചാരി ആരാണ്? സന്തോഷ് ജോർജ് കുളങ്ങര. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പാർട്ട് ടൈം വിദഗ്ധ അംഗമായി നിയമിതനായ സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തനാണ്. ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ബ്രിട്ടൻ. ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി ബ്രിട്ടനാണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പേരെന്താണ്? ദേവിക. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പേര് ദേവിക എന്നാണ്.
ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ ഏതാണ്? മോണിക്ക, ഒരു AI സ്റ്റോറി. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമയാണ് മോണിക്ക, ഒരു AI സ്റ്റോറി. ചാറ്റ് GPT, ഗൂഗിൾ ബാർഡ് എന്നിവയ്ക്ക് ബദലായി ഇലോൺ മസ്കിൻ്റെ AI കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ടാണ് ഗ്രോഗ്. ചാറ്റ് GPT, ഗൂഗിൾ ബാർഡ് എന്നിവയ്ക്ക് ബദലായി ഇലോൺ മസ്കിൻ്റെ AI കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ടാണ് ഗ്രോഗ്. പൂർണ്ണമായി എഥനോൾ ഇന്ധനത്തിൽ ഓടുന്ന ലോകത്തെ ആദ്യ കാറ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഇന്ത്യ. പൂർണ്ണമായി എഥനോൾ ഇന്ധനത്തിൽ ഓടുന്ന ലോകത്തെ ആദ്യ കാറ് പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ്. ലോക ജൈവ ഇന്ധന ദിനം എന്നാണ്? ഓഗസ്റ്റ് 10. ലോക ജൈവ ഇന്ധന ദിനം ഓഗസ്റ്റ് 10 കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? നിതിൻ ഗഡ്കരി. കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റേ റെയിൽവേ പാലം ഏതാണ്? അഞ്ചിഗഡ്, ജമ്മു കാശ്മീരിലാണിത്. ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റേ റെയിൽവേ പാലം ജമ്മു കാശ്മീരിലെ അഞ്ചിഗഡ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം ഏതാണ്? സുദർശൻ സേതു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം സുദർശൻ സേതുവാണ്. കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. കൊച്ചി കോർപ്പറേഷനിൽ നടപ്പിലാക്കിയ ഉദ്ബോധ് പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിമെൻഷ്യ. കൊച്ചി കോർപ്പറേഷനിൽ നടപ്പിലാക്കിയ ഉദ്ബോധ് പദ്ധതി ഡിമെൻഷ്യ എന്ന രോഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ ആദ്യ ഡിമെൻഷ്യ സൗഹൃദ നഗര പദ്ധതി ഏതാണ്? ഉദ്ബോധ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിമെൻഷ്യ സൗഹൃദ നഗര പദ്ധതിയാണ് ഉദ്ബോധ്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ പദ്ധതി ഏതാണ്? ഓർമ്മത്തോണി. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ പദ്ധതിയാണ് ഓർമ്മത്തോണി. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി ഏതാണ്? ശലഭം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് ശലഭം. അച്ഛനോ അമ്മയോ ഇരുവരുമോ മരിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരുമോ മരിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. ജന്മന ഉള്ള ഹൃദ്രോഗം ചികിത്സിക്കാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ഹൃദ്യം. ജന്മനായുള്ള ഹൃദ്രോഗം ചികിത്സിക്കാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം. എൻ്റെ ഗ്രാമം, എൻ്റെ ജനത, അരക്കില്ലം എന്നിവ ആരുടെ നോവലുകളാണ്? SK വസന്തൻ്റെ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ SK വസന്തൻ്റെ പ്രധാനപ്പെട്ട നോവലുകളാണ് എൻ്റെ ഗ്രാമം, എൻ്റെ ജനത, അരക്കില്ലം എന്നീ നോവലുകൾ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതു. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതുവാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന് നൽകുന്ന സമ്മാന തുക എത്ര രൂപയാണ്? 5 ലക്ഷം രൂപ. എഴുത്തച്ഛൻ പുരസ്കാരത്തിന് നൽകുന്ന സമ്മാന തുക 5 ലക്ഷം രൂപയാണ്. 2023 നവംബറിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. 2023 നവംബറിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ കഥകളി കലാകാരനാണ്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരി ആരാണ്? കൊട്ടാരക്കര ഭദ്ര. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരിയാണ് കൊട്ടാരക്കര ഭദ്ര. കഥകളി ഗ്രാമം എന്ന് പേര് മാറ്റിയ കേരളത്തിലെ ഗ്രാമം ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ. കഥകളി ഗ്രാമം എന്ന് പേര് മാറ്റിയ കേരളത്തിലെ ഗ്രാമം പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ ഗ്രാമമാണ്. രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ദേശീയ കഥകളി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 16. ദേശീയ കഥകളി ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 16 2023 ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ വിജയിച്ചത് ആരാണ്? നടുഭാഗം ചുണ്ടൻ. 2023
ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ വിജയിച്ചത് നടുഭാഗം ചുണ്ടനാണ്. 2023 നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടനാണ്. 2023 നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടനാണ്. IPL മാതൃകയിൽ കേരള ടൂറിസം വകുപ്പ് നടത്തുന്ന വള്ളംകളി മത്സരമാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ്. IPL മാതൃകയിൽ കേരള ടൂറിസം വകുപ്പ് നടത്തുന്ന വള്ളംകളി മത്സരമാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ്. ചാലിയാറിൽ നടന്ന രണ്ടാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി ജേതാക്കൾ വയൽക്കര വേങ്ങാടാണ്. ചാലിയാറിൽ നടന്ന രണ്ടാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി ജേതാക്കൾ വയൽക്കര വേങ്ങാടാണ്. 2024 16ാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? റഷ്യ. 2024 16ാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയാണ്. 2023 15ാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ്. 2023 15ാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ആയിരുന്നു. 2022 14ാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ചൈനയിലെ ബെയ്ജിംഗ് ആണ്. 2022 14ാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ചൈനയിലെ ബെയ്ജിംഗ് ആണ്. 2024 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. 2024 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. 2024 പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നൊവാക് ജോക്കോവിച്ച്. 2024 പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ചത് നൊവാക് ജോക്കോവിച്ചിനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ 2023 ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്ക്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ 2023 ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ഇന്ത്യൻ നാവികസേനയുടെ നിലവിലെ മേധാവി ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ നാവികസേനയുടെ നിലവിലെ മേധാവി ദിനേശ് കുമാർ ത്രിപാഠിയാണ്. സൈബർ തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബറിൽ CBI നടത്തിയ പരിശോധന അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്പറേഷൻ ചക്ര 2. സൈബർ തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബറിൽ CBI നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2. കേരള സർക്കാരിൻ്റെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തൊടുപുഴ. കേരള സർക്കാരിൻ്റെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് തൊടുപുഴയിലാണ്. ഏറ്റവും വേഗത്തിൽ 26,000 റൺ തികച്ച സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് തകർത്തത് ആരാണ്? വിരാട് കോഹ്ലി. ഏറ്റവും വേഗത്തിൽ 26,000 റൺസ് തികച്ച സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് തകർത്തത് വിരാട് കോഹ്ലിയാണ്. അബാബിൽ ബാലിസ്റ്റിക് മിസൈൽ ഏത് രാജ്യത്തിൻ്റേതാണ്? പാകിസ്ഥാൻ. അബാബിൽ ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ്റേതാണ്. കേരളത്തിലെ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാല ആകുന്നത് ഏത് സർവകലാശാലയാണ്? കാർഷിക സർവകലാശാല. കേരളത്തിലെ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാല ആകുന്നത് കാർഷിക സർവകലാശാലയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ്? കാലം സാക്ഷി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. ഇന്ത്യയിലെ ആദ്യ ബയോഡൈവേഴ്സിറ്റി അറ്റ്ലസ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? ഗോവ. ഇന്ത്യയിലെ ആദ്യ ബയോഡൈവേഴ്സിറ്റി അറ്റ്ലസ് തയ്യാറാക്കിയ രാജ്യം ഗോവയാണ്. 2021 മെയ്യിൽ ഇന്ത്യൻ തീരങ്ങളിൽ നാശം വിതച്ച മോക്ക കൊടുങ്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? യമൻ. 2023 മെയ്യിൽ ഇന്ത്യൻ തീരങ്ങളിൽ നാശം വിതച്ച മോക്ക കൊടുങ്കാറ്റിന് പേര് നൽകിയ രാജ്യം യമനാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ലോക്സഭയിലെ ഇരിപ്പിടങ്ങളുടെ എണ്ണം എത്രയാണ്? 888. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ലോക്സഭയിലെ ഇരിപ്പിടങ്ങളുടെ എണ്ണം 888 ആണ്. ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് 2024 ഏപ്രിൽ 1 അന്തരിച്ച P. രവിയച്ചൻ? ക്രിക്കറ്റ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് 2024 ഏപ്രിൽ 1 അന്തരിച്ച P. രവിയച്ചൻ. കച്ചത്തീവ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിൽ. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിലാണ് കച്ചത്തീവ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. വ്യക്തികളുടെ ശബ്ദത്തിൻ്റെ തനിപ്പകർപ്പ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓപ്പൺ AI സാങ്കേതിക വിദ്യയാണ് വോയിസ് എൻജിൻ.
വ്യക്തികളുടെ ശബ്ദത്തിൻ്റെ തനിപ്പകർപ്പ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓപ്പൺ AI സാങ്കേതിക വിദ്യയാണ് വോയിസ് എൻജിൻ. ഗൂഗിൾ സ്ഥാപകരായ ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് അവതരിപ്പിച്ച ജിമെയിലിന് 2024 ഏപ്രിൽ 1 എത്ര വയസ്സ് തികഞ്ഞു? 20. ഗൂഗിൾ സ്ഥാപകരായ ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് അവതരിപ്പിച്ച ജിമെയിലിന് 2024 ഏപ്രിൽ 1 20 വർഷം തികഞ്ഞു. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ പ്രദേശങ്ങൾക്കാണ് ചൈന വീണ്ടും പുതിയ പേരുകൾ നൽകിയത്? അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്കാണ് ചൈന വീണ്ടും പുതിയ പേരുകൾ നൽകിയത്. പോർച്ചുഗലിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ലൂയിസ് മോണ്ടിനെഗ്രോ. പോർച്ചുഗലിൻ്റെ പുതിയ പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോയാണ്. 2024 ആബേൽ സമ്മാനം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ്? മൈക്കൽ തലാഗ്രാൻഡ്. 2024 ആബേൽ സമ്മാനം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ മൈക്കൽ തലാഗ്രാൻഡ് ആണ്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ശ്രീലങ്ക. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്കയാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫേസ് മേധാവിയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ്? പവൻ ദൗലുരി. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫേസ് മേധാവിയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ പവൻ ദൗലുരിയാണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? വിജയ് ഛേത്രി. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ വിജയ് ഛേത്രിയാണ്. ചരിത്രത്തിൽ ആദ്യമായി മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന സൗദി അറേബ്യൻ വനിത ആരാണ്? റൂമി അൽ ഖത്താനി. ചരിത്രത്തിൽ ആദ്യമായി മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന സൗദി അറേബ്യൻ വനിത റൂമി അൽ ഖത്താനിയാണ്. ലോക ഹോമിയോപ്പതി ദിനം എന്നാണ്? ഏപ്രിൽ 10. ലോക ഹോമിയോപ്പതി ദിനം ഏപ്രിൽ 10 ആണ്. അർബുദ രോഗങ്ങളെ ആക്രമിക്കാൻ രോഗിയുടെ T സെല്ലുകളെ സജ്ജമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ അർബുദ ജീൻ തെറാപ്പിയുടെ പേര് എന്താണ്? CAR-T സെൽ തെറാപ്പി. അർബുദ കോശങ്ങളെ ആക്രമിക്കാൻ രോഗിയുടെ T സെല്ലുകളെ സജ്ജമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ അർബുദ ജീൻ തെറാപ്പിയുടെ പേര് CAR-T സെൽ തെറാപ്പി എന്നാണ്. ഊർജ്ജ മേഖലയിലുണ്ടായ വൻ പ്രതിസന്ധിയെ തുടർന്ന് 2024 ഏപ്രിലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്താണ്? ഇക്വഡോർ. ഊർജ്ജ മേഖലയിലുണ്ടായ വൻ പ്രതിസന്ധിയെ തുടർന്ന് 2024 ഏപ്രിലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇക്വഡോറിലാണ്. രണ്ടാമത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? C. രാധാകൃഷ്ണൻ. രണ്ടാമത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നേടിയത് C. രാധാകൃഷ്ണനാണ്. മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച ലോകത്തിലെ ആദ്യത്തെ 200 മീറ്റർ നീളമുള്ള മുള കൊണ്ടുള്ള റോഡ് ക്രാഷ് ബാരിയറിന് നൽകിയ പേരെന്താണ്? ബാഹുബലി. മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച ലോകത്തിലെ ആദ്യത്തെ 200 മീറ്റർ നീളമുള്ള മുള കൊണ്ടുള്ള റോഡ് ക്രാഷ് ബാരിയറിന് നൽകിയ പേര് ബാഹുബലി എന്നാണ്. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന വനിതാ രത്ന പുരസ്കാരങ്ങൾക്ക് അർഹരായവർ ആരെല്ലാമാണ്? ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, വിജി പെൺകൂട്ട്, അന്നപൂർണി സുബ്രഹ്മണ്യം. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന വനിതാ രത്ന പുരസ്കാരങ്ങൾക്ക് അർഹരായവർ ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, വിജി പെൺകൂട്ട്, അന്നപൂർണി സുബ്രഹ്മണ്യം എന്നിവരാണ്. 2023 മാർച്ചിൽ ISRO വിജയകരമായി തിരിച്ചിറക്കി നശിപ്പിച്ച ഉപഗ്രഹം ഏതാണ്? മെഗാട്രോപിക്സ് 1. 2023 മാർച്ചിൽ ISRO വിജയകരമായി തിരിച്ചിറക്കി നശിപ്പിച്ച ഉപഗ്രഹം മെഗാട്രോപിക്സ് 1 ആണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമായ ഹുബ്ബള്ളി ഏത് സംസ്ഥാനത്താണ്? കർണാടക. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമായ ഹുബ്ബള്ളി കർണാടകയിലാണ്. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി അവതരിപ്പിച്ച നിയമ സംവിധാനം ഏതാണ്? ഭാരതീയ ന്യായ സംഹിത. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി അവതരിപ്പിച്ച നിയമ സംവിധാനമാണ് ഭാരതീയ ന്യായ സംഹിത. ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കൊൺറാഡ് സാങ്മ? മേഘാലയയുടെ മുഖ്യമന്ത്രിയാണ് കൊൺറാഡ് സാങ്മ. ഏത് സ്ഥാപനത്തിൻ്റെ പുതിയ ചിഹ്നമാണ് ദി വിസ്ത? എയർ ഇന്ത്യയുടെ പുതിയ ചിഹ്നം എന്താണ്? ദി വിസ്ത.
65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല ഏതാണ്? പാലക്കാട്. 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല പാലക്കാടാണ്. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, ഔദ്യോഗിക പുഷ്പം, ഔദ്യോഗിക പക്ഷി എന്നിവ പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? കാസർഗോഡ്. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി എന്നിവ പ്രഖ്യാപിച്ച ജില്ല കാസർഗോഡാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2023 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പെ പുരസ്കാരം നേടിയത് ആരാണ്? മധുരൈ TN ശേഷഗോപാലൻ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2023 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നേടിയത് മധുരൈ TN ശേഷഗോപാലനാണ്. ഡോക്ടർ മല്ലിക സാരാഭായി ഏത് സ്ഥാപനത്തിൻ്റെ ചാൻസലറാണ്? കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലറാണ് ഡോക്ടർ മല്ലിക സാരാഭായി. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? തേജ്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ്. 54ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ പനോരമയിലെ ആദ്യ ഫീച്ചർ ഫിലിമായി പ്രദർശിപ്പിച്ച മലയാള സിനിമ ഏതാണ്? ആട്ടം. 54ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ പനോരമയിലെ ആദ്യ ഫീച്ചർ ഫിലിമായി പ്രദർശിപ്പിച്ച മലയാള സിനിമ ആട്ടമാണ്. ഏത് രോഗത്തിനെതിരായി വികസിപ്പിച്ച വാക്സിനാണ് ഇക്സ്ചിക്ക്? ചിക്കൻ ഗുനിയ രോഗത്തിനെതിരെ വികസിപ്പിച്ച വാക്സിനാണ് ഇക്സ്ചിക്ക്. ലോക സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. ലോക സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കുന്നത് നവംബർ 26-നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക ഏതാണ്? ക്ലാസിക് ഇമ്പീരിയൽ. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക ക്ലാസിക് ഇമ്പീരിയലാണ്. ആനകൾ റെയിൽ പാളം ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലെ കൂട്ടിയിടി തടയാനായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച AI അധിഷ്ഠിത സാങ്കേതിക വിദ്യ ഏതാണ്? ഗജരാജ് സുരക്ഷ. ആനകൾ റെയിൽ പാളം ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലെ കൂട്ടിയിടി തടയാനായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച AI അധിഷ്ഠിത സാങ്കേതിക വിദ്യയാണ് ഗജരാജ് സുരക്ഷ. 2023 നടന്ന 19ാമത് ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിലെ ജേതാക്കൾ ആരാണ്? ജർമ്മനി. 2023 നടന്ന 19ാമത് ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിലെ ജേതാക്കൾ ജർമ്മനിയാണ്. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ 2023 ഇടം നേടിയ ഇന്ത്യയിലെ പരമ്പരാഗത നൃത്തരൂപം ഏതാണ്? ഗർഭ. ഗുജറാത്തിലെ നൃത്തരൂപമായ ഗർഭയാണ് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ 2023 ഇടം നേടിയ ഇന്ത്യയിലെ പരമ്പരാഗത നൃത്തരൂപം. ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ? മിസോറാമിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ലാൽ ദുഹോമ. പ്രഥമ ആണവോർജ ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? ബ്രസൽസ്. പ്രഥമ ആണവോർജ ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസൽസ് ആണ്. 2023 ഡിസംബറിൽ സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡാർജിലിംഗ്. 2023 ഡിസംബറിൽ സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിംഗിലാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്ക് പഠനാവസരം ഒരുക്കാനായി സമന്വയ പരിപാടി ആരംഭിച്ച സർവകലാശാല ഏതാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്ക് പഠനാവസരം ഒരുക്കാനായി സമന്വയ പരിപാടി ആരംഭിച്ച സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. മികച്ച പാർലമെൻറ്റ് അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് നേടിയ കേരളത്തിൽ നിന്നുള്ള MP ആരാണ്? NK പ്രേമേന്ദ്രൻ. മികച്ച പാർലമെൻറ്റ് അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് നേടിയ കേരളത്തിൽ നിന്നുള്ള MP NK പ്രേമേന്ദ്രനാണ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് നടന്നത് എവിടെയാണ്? കാസർഗോഡ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് നടന്നത് കാസർഗോഡാണ്. ഒട്ടക വർഗത്തിലുള്ള ജന്തുക്കളുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുന്നത് ഏത് വർഷമാണ്? 2024. ഒട്ടക വർഗത്തിലുള്ള ജന്തുക്കളുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുന്നത് 2024 എത്രാമത്തെ ഒളിമ്പിക്സിനാണ് 2024 പാരീസ് വേദിയാകുന്നത്? 33ാമത്തെ ഒളിമ്പിക്സ് മത്സരത്തിനാണ് 2024 പാരീസ് വേദിയാകുന്നത്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി.
പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടന്നത് ന്യൂഡൽഹിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ സൂററ്റിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ സൂറത്തിലാണ്. സ്കൂളുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാനായി മിഷൻ ദക്ഷ് പരിപാടി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാനായി മിഷൻ ദക്ഷ് എന്ന പരിപാടി ആരംഭിച്ച സംസ്ഥാനം ബീഹാറാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.